ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഞാൻ സൺഡേ മോർണിംഗ് ആണ്, ഒരു 6:45 മുതൽ 9 മണി വരെയുള്ള കാര്യങ്ങളാണ് എൻ്റെ റൊട്ടീനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പതിപോലെ രാവിലെ കിച്ചണിലേക്ക് വന്നു. നല്ല വെളിച്ചം വന്നിട്ടുണ്ട്, ജനലടുത്തൊക്കെ കണ്ടോ, നല്ല വെളിച്ചം വന്നു. അപ്പോൾ തലേന്ന് രാത്രി അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായി ദോശയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സാമ്പാറിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തോരന് വേണ്ടിയിട്ട് ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതാണ്. പിന്നെ കൂടെ തന്നെ തേങ്ങയും കൂടെ ചിരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ പണികളൊക്കെ എളുപ്പമാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് അതൊക്കെ തലേന്ന് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ രാവിലെ പതിവ് പോലെ തന്നെ ചോറിന് വെള്ളം വെക്കാൻ വേണ്ടി നോക്കുന്നതാണ്. കാരണം രാവിലെ ഞാൻ ലീവുള്ള ദിവസം ലീവില്ലാത്ത ദിവസമൊക്കെ ചോറ് രാവിലെ വെക്കും. എഴുന്നേറ്റ് പാട് ചോറിന് വെള്ളം വെക്കും. ഞാൻ റൈസ് കുക്കറിലൊന്നും ചോറ് വെക്കാറില്ല. അതുകൊണ്ട് തന്നെ ചോറിന് രാവിലെ എഴുന്നേറ്റ് പാട് വെക്കും. അതിനുശേഷം നമ്മളെ എപ്പോഴും ഉള്ള ചായേൻ്റെ പരിപാടി. കാരണം ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ, എനിക്ക് മാത്രമേ രാവിലെ ചായ വേണ്ടുള്ളൂ. അങ്ങനെ എനിക്ക് ചായ വെക്കും. ചായയും കൂടെ വെച്ച് ആ സമയം നമ്മൾ സാമ്പാറിന് വേണ്ട പരിപ്പ് വേവിക്കേണ്ട കാര്യങ്ങൾ നോക്കും. ഈ ചായ തിളക്കുന്ന ഒരു സമയം കൊണ്ട് പരിപ്പൊക്കെ കഴുകിയിട്ട് കുക്കറിലിട്ട് വെച്ചാൽ ചായ തിളച്ച് വരുമ്പോൾ അവിടെ വെക്കാമല്ലോ. അങ്ങനെ കുക്കറെടുത്ത് വന്നു. കുക്കറിലായിട്ട് പരിപ്പ് കഴുകിയിടണം. കാരണം ഞാൻ പരിപ്പ് എന്ന് വെച്ചാൽ കുതിർത്ത് വെക്കാറില്ല. പരിപ്പ് അപ്പാനെ എടുത്ത് വേവിക്കാൻ വെക്കലാന്ന്. കാരണം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വിസിൽ മാത്രമേ വേണ്ടുള്ളൂ. പക്ഷെ അതിനൊന്നും രാവിലെ ടൈം കിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 3 വിസിൽ വേണം കുതിർക്കാതെ പരിപ്പാകുമ്പോൾ. അങ്ങനെ പരിപ്പ് നന്നായി കഴുകി കുക്കറിലിട്ട് കൊടുത്തു. അതിനകത്തോട്ട് ഞാൻ കായം ഇടും. കാരണം പൊടിക്കായം ഞാൻ സാമ്പാറിൽ യൂസ് ചെയ്യലില്ല, കട്ടക്കായം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഒരു പാക്കറ്റ് കട്ടക്കായം ഉണ്ടല്ലോ, അത് പൊളിച്ചു. അതിനകത്ത് നിന്ന് കായം എടുത്തു. ഇതിനകത്തോട്ട് പരിപ്പിനകത്തോട്ട് ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചതിന് മത്തങ്ങയുടെ കഷ്ണം ഉണ്ടല്ലോ, അതും ഒരു 3-4 പീസ് ഇട്ട് കൊടുക്കും. പിന്നെ അതൊക്കെ ഇട്ട് നമ്മൾ ചായ തിളച്ച് മാറ്റി വെച്ചെടുക്കുക. ഈ കുക്കർ വെച്ച് കൊടുക്കും. അതിനകത്തോട്ട് മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കും. എന്നിട്ട് കുക്കർ അടച്ച് വെക്കും. അങ്ങനെ ആ സമയം കൊണ്ട് നമ്മൾ ചായ എടുത്തിട്ട് നേരെ പോകുന്നത് ഹാളിലേക്കാണ്. പതിവ് പോലെ ഒരു 10 മിനിറ്റ് എനിക്ക് ചായ കുടിക്കാൻ ഞാൻ അവിടെ ഇരിക്കും, ഹാളിലെ സോഫയിൽ പോയി ഇരിക്കും. അങ്ങനെ ഇന്ന് പുറത്ത് നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. പുറത്തേക്കൂടി വണ്ടികളൊക്കെ പോകുന്നുണ്ട്. G4 G5 വന്നവർ ആരോ പോകുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് വന്ന് ചായ വെച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. അങ്ങനെ അത് കൈയോടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം നോക്കണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ സിങ്ക് നിറഞ്ഞിട്ട് പിന്നെ അതൊരു പണി തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ കൈയോടെ ആ പാത്രങ്ങളവിടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതവിടെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ച് അരി അരക്കാൻ വേണ്ടി പോകും. തലേന്ന് കഴുകി വെച്ചതാണ്, എന്നാലും ഞാൻ രാവിലെ 2-3 വട്ടം കഴുകും. അതിനുശേഷം അരി അരക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ചെറിയ ഉള്ളി അരിയില്ലാത്ത ദോശയിൽ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ ഉള്ളിയുടെ ഒരു പകുതി കഷ്ണമാണ് ഇട്ട് കൊടുത്തത്. ചില സമയം തേങ്ങ ഇട്ട് കൊടുക്കും അതിൻ്റെ കൂടെ. ഇന്ന് തേങ്ങ ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ അരി അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കും. അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, നമ്മൾ വെള്ളം ഒഴിച്ച് ചുടുന്ന ദോശയില്ലേ, അത് ചുടാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ഇത് ഉഴുന്നൊന്നും കൂട്ടാതെ ദോശ. അങ്ങനെ അതരക്കാൻ വെച്ച ആ ഒരു ടൈമിൽ അവിടെയുള്ള പാത്രങ്ങളൊക്കെ അതും അങ്ങ് കഴുകി അവിടെ വെക്കും. അതിനുശേഷം നമ്മളെ കെറ്റിലിൽ വെള്ളം ചൂടാക്കാൻ വെക്കും. കാരണം എന്താണ്, ഇനി അങ്ങോട്ട് എല്ലാത്തിനും എനിക്ക് ചൂടുവെള്ളം വേണം. സാമ്പാറിലോട്ട് ചൂടുവെള്ളം വേണം, തോരനിലോട്ട് കുറച്ച് വേണം. അങ്ങനെ എല്ലാത്തിനും ചൂടുവെള്ളം ആവശ്യമല്ലേ. അപ്പോൾ കെറ്റിലിൽ ചൂടുവെള്ളം വെക്കും. അങ്ങനെ വലിയൊരു രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, തിരക്ക് പിടിച്ച പണിയെന്ന് പറയാനൊന്നും ഉണ്ടാവില്ല. ഓരോന്ന് ഒഴിയുന്ന അടുപ്പിലോട്ട് ഓരോന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ മാത്രമേ, വലിയൊരു തിരക്ക് പിടിച്ചൊരു പണിയൊന്നും ആയിരിക്കില്ല. അങ്ങനെ ആ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. 3 വിസിൽ വന്നതിന് ശേഷം അതിനെ മാറ്റി വെച്ചിട്ട് അവിടെ ഞാൻ എന്ത് ചെയ്യും, തോരന് വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കും. കാരണം തോരന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വിസിൽ ആവി പോകുമ്പോഴേക്ക് തോരൻ റെഡി ആയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ തോരനിലെന്ന് വെച്ചാൽ ഞാൻ ഉള്ളി രാത്രി മുറിച്ച് വെക്കാറില്ല. ഉള്ളിയും പച്ചമുളകും ഞാൻ രാവിലെ അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഈ രാവിലത്തെ ടൈമിലൊന്നും ഞാൻ അങ്ങനെ കട്ടിംഗ് ബോർഡൊന്നും യൂസ് ചെയ്യില്ല. ഫിംഗർ ടോപ്പൊക്കെ ഇട്ടിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ അരിയും. ഒരു ഉള്ളിയൊക്കെ അല്ലേ.
ഈ പച്ചക്കറികൾ അരിഞ്ഞ് വെക്കുന്ന ടൈമിൽ മാത്രമേ ഉടക്ക് യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ അരിഞ്ഞ് വെച്ച തോരൻ്റെ പാത്രത്തിൽ എന്ന് വെച്ചാൽ ബീട്രൂട്ട്, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടി ഒരുമിച്ച് അരിഞ്ഞിട്ടാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ഉള്ളി വേറെ തന്നെ വഴറ്റിയിട്ടൊന്നുമല്ല കേട്ടോ. ആദ്യം എണ്ണ ഒഴിക്കും, കടുക് പൊട്ടിക്കും, അതിനകത്തോട്ട് ഉലുവ, കുറച്ച് 2-3 ഉലുവ, ഒരു 3-4 ജീരകം, കടുക് ഇവ പൊട്ടുന്നൊരു സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും പിന്നെ ബീട്രൂട്ടും പച്ചമുളകും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. നന്നായി മിക്സ് ചെയ്യും. അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കുറച്ച് ഇട്ട് കൊടുക്കും. അങ്ങനെ അത് അവിടെ മൂടി വെച്ച് വേവാൻ വെക്കും, ചെറിയ തീയിൽ വേവാൻ വെക്കും. ആ ഒരു സമയത്തെന്ന് വെച്ചാൽ ഒരു ടൈമിലും നമ്മൾ ഈ തോരൻ അരിഞ്ഞ് വെച്ച പാത്രങ്ങളല്ലേ അതാണ് ഞാൻ കഴുകുന്ന കാണുന്നത്. അതും അവിടെ കഴുകി അവിടെ ക്ലീനാക്കി വെക്കും. അപ്പോൾ പിന്നെ ഒരു പണി ചുരുങ്ങുമല്ലോ. അങ്ങനെ അതും കഴുകി വെച്ചതിന് ശേഷം നമ്മളപ്പോഴേക്കും നമ്മൾ മിക്സിയിൽ അരക്കാനിട്ട അരി നന്നായി അരിഞ്ഞു വന്നിട്ട്, കുറച്ച് അരി ആയതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ അരക്കുന്നത്, അല്ലെങ്കിൽ ഗ്രൈൻഡറിലാണ് അരച്ച് വെക്കുക കേട്ടോ. കുറേ അരിയൊക്കെ ഉണ്ടെങ്കിൽ ഉഴുന്നും അരിയൊക്കെ അരക്കുമ്പോൾ ഗ്രൈൻഡറിൽ അരച്ച് വെക്കുക ചെയ്യാം. അങ്ങനെ മിക്സിയിലെ അരി അരിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പോഴേക്ക് തോരൻ നല്ല റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ തോരനൊന്നും കൂടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി നോക്കാനുണ്ടല്ലോ. ഒന്ന് ഇളക്കി വീണ്ടും മൂടി വെച്ചതിന് ശേഷം നമ്മൾ കുക്കർ തണിഞ്ഞിട്ടുണ്ടാവും. കുക്കറിൽ ആവിയൊക്കെ പോയി അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, പിന്നെ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് ഞാൻ യൂസ് ചെയ്യൽ. നമ്മൾ അരക്കാണ്ട് വെക്കുന്നതിനൊക്കെ ബ്രാഹ്മിൻസിൻ്റെ പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാർ. മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് അടിപൊളി സാമ്പാറായിരിക്കും. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കുമ്പോൾ ബ്രാഹ്മിൻസ് മാത്രമേ ഇടും കേട്ടോ. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞത്. ബ്രാഹ്മിൻസ് മാത്രമേ ഞാൻ യൂസ് ചെയ്യലുള്ളൂ. അങ്ങനെ അതൊക്കെ ഇട്ട് ആ തോരനായ അടുപ്പിലോട്ട് ഈ പച്ചക്കറി ഇട്ടു. അതിനകത്ത് ചൂടുവെള്ളം ഒഴിക്കുന്നത്, അത് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അതും അവിടെ വാങ്ങി വെക്കും. പിന്നെ അടുപ്പിൽ നേരെ ദോശേൻ്റെ പരിപാടി നോക്കും. ആ തോരൻ മാറ്റി വെച്ചിട്ടാണ് അവിടെ ഞങ്ങൾ സാമ്പാറിൻ്റെ വെച്ചത്. അപ്പോൾ സാമ്പാറിന് ഇനി വിസിൽ ആവിയൊക്കെ പോയാൽ മാത്രമേ അതിന് കടുവൊക്കെ വറുത്ത് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആവി പോകുന്ന സമയം കൊണ്ട് എനിക്ക് ദോശ ഇട്ടെടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങനെ കുറേ ടൈമൊന്നും ദോശ ഇടാൻ അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് 5-8 ദോശ ഞാൻ പറഞ്ഞില്ലേ, 8-10 ദോശ അത്രയേ വേണ്ടുള്ളൂ. അപ്പം പെട്ടെന്ന് തന്നെ ചുട്ടിട്ടാവും. ഇതെന്ന് വെച്ചാൽ നല്ല നമ്മൾ ഒഴിച്ചു വിടുന്ന ദോശയല്ലേ, പെട്ടെന്ന് റെഡിയാവും. നല്ല പൂ പോലെയുള്ള ദോശയല്ലേ, അപ്പോൾ തന്നെ അരച്ച് കിട്ടുന്നതല്ലേ, അപ്പോൾ പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും. അങ്ങനെ അവിടെ ദോശേൻ്റെ ഇടയ്ക്കാണ് കുറച്ച് ടൈം നമ്മളവിടെ നിന്ന് ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത്. കാരണം അവിടെ നിന്ന് മാറാൻ പറ്റില്ല. ഈ ദോശ എന്ന് പറഞ്ഞാൽ ഒഴിച്ചു വിടുന്ന ദോശയ്ക്ക് നമുക്ക് അവിടെ നിന്ന് മാറാനേ പറ്റില്ല. പെട്ടെന്ന് റെഡിയായി എടുക്കാൻ പറ്റും, അത് നേരിയ ദോശ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് കടുക് പൊട്ടിച്ചു. കാരണം വേറൊരു പാത്രത്തിലേക്ക് കടുകും എണ്ണയും ഉലുവയും സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയം നമ്മൾ വിസിൽ ആവി പോയ സാമ്പാർ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് മല്ലിയിലൊക്കെ ഇട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി സാമ്പാർ റെഡിയായി. അതിനുശേഷം നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ലീനാക്കി വെച്ചു. കുറച്ചൊന്നുമല്ല, മോശമില്ലാത്ത പാത്രങ്ങൾ ആ ടൈമിൽ നമുക്ക് ഉണ്ടാവും. പിന്നെ ആ സമയം പോയി നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട്. ദോശയ്ക്ക് ശേഷം ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മോനും ഹസ്സൊക്കെ എഴുന്നേറ്റ് വന്ന് അവർ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവും കഴുകാൻ. അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ക്ലീൻ വെച്ച ചെമ്മീനുണ്ടല്ലോ, അത് റെഡിയാക്കാൻ വേണ്ടി ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഒരു പാത്രത്തിലിട്ട് അരിഞ്ഞു വെക്കും. അതിന് ഫുൾ അരിഞ്ഞതിന് ശേഷം ഒരു തക്കാളി, ഒരു ഉള്ളി, 2 പച്ചമുളക്, അത് എരിവിനനുസരിച്ചിട്ട് വെളുത്തുള്ളി ഇതൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് വഴറ്റും. നന്നായി വഴറ്റ ആവശ്യമുണ്ട്. പിന്നെ അധികം വെലിങ്ങനെ മുറിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ മിക്സിയിലിട്ട് അരക്കുന്നതാണ്. അങ്ങനെ അത് കുറച്ചൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ അതിനാവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കും. നന്നായി വഴണ്ട് കാപ്പി കളറൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വഴണ്ട് വന്നിട്ട് സമയത്ത് നമ്മൾ തണിഞ്ഞാൽ മിക്സിയിലിട്ട് അരച്ചെടുക്കും. അപ്പോൾ ഈ അരപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ചതുപോലെ ഉണ്ടാവും ശരിക്കും കാണുമ്പോൾ. ഇങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് പെട്ടെന്നുള്ള മീൻകറി, കണ്ണൂർ സ്റ്റൈൽ മീൻകറി വേറെ ആട്ടോ, അത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. ഇങ്ങനെയാണ് ഇതുപോലെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കറി.
എന്താ അരച്ചെടുത്ത കൂട്ട് നമ്മൾ ഈ വഴറ്റിയ ചട്ടിയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് തിളച്ച് വരുന്നൊരു ടൈമുണ്ടല്ലോ, ആ ടൈമിൽ നമ്മൾ ക്ലീനാക്കി വെച്ച മീൻ, ഏത് മീനാച്ച് ഇപ്പോൾ എൻ്റെ അടുക്ക ചെമ്മീനാണുള്ളത്, അതിട്ട് കൊടുക്കും. അതിട്ട് കൊടുത്തു നന്നായി തിളക്കുന്ന സമയം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, അതിനകത്ത് ഉലുവയൊക്കെ ഇട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പക്ഷേ ഇങ്ങനെ ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കും. 1, 2, 3 അങ്ങനെയുള്ള പാലൊന്നുമില്ല. ഒരു തേങ്ങ പിഴിഞ്ഞിട്ട് എല്ലാ പാലും കൂടെ ഒരു പാലെടുത്തിട്ട് ഇതിനകത്തോട്ട് തിളച്ച് വരുന്ന ഒരു ടൈമിൽ ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കും. അടിപൊളി ടേസ്റ്റാണ്. ചോറിനായാലും അപ്പത്തിനായാലും ഒക്കെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അങ്ങനെ മീൻകറി റെഡിയായി. അങ്ങനെ എനിക്ക് രാവിലെ ഉണ്ടാക്കിയ സാമ്പാറടക്കം ഉച്ചക്കത്തെ ലഞ്ചും ഫുള്ള് റെഡി ആയിട്ടുണ്ടാവും. അപ്പോഴേക്ക് സമയം ഒരു 9:30 ആയിട്ടുണ്ടാവും. അതിന് ശേഷം പോയിട്ട് പിന്നെ ഞാൻ ക്ലീനിങ് ആയിരിക്കും. കാരണം ഈ ചോറൊക്കെ എടുത്തൊന്ന് ടേബിളിലേക്ക് മാറ്റി വെച്ച ശേഷം ഫുൾ ക്ലീനിങ്. അതിനെടുക്ക് അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ടാവും. മെഷീനിലിട്ട തുണിയെടുത്ത് അയലിടും. അതിനുശേഷം ഫുൾ ക്ലീനിങ്ങും കഴിയുമ്പോഴേക്കും ഒരു 9